അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൽഫൂസാത്ത് സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. നമസ്കാരത്തിൽ നിർവൃതി കൈവരാത്തതിനുള്ള കാരണം. ചുരുക്കത്തിൽ നമസ്കാരത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള ആനന്ദാനുഭൂതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവില്ലാത്തതാണ് അതിലവർ അലസതയും അശ്രദ്ധയും കാണിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. ഇതൊരു പ്രധാന കാരണം തന്നെയാണ്. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമാണെങ്കിൽ ഈ അശ്രദ്ധയും അലസതയും കൂടുതലാണ്. 50-ൽ ഒരാൾ പോലും പൂർണ്ണ ശുഷ്കാന്തിയോടും യഥാർത്ഥ സ്നേഹത്തോടും കൂടി തൻ്റെ യഥാർത്ഥനാഥന് മുന്നിൽ പ്രണമിക്കുന്നതായി ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ആനന്ദത്തെക്കുറിച്ച് അറിവില്ലാത്തതും ഒരിക്കലും അവർ അത് രുചിച്ചറിയാത്തതും എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നു. മറ്റു മതങ്ങളിൽ ഇത്തരം കൽപ്പനകളില്ല. നാം ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും മുഅസ്സിൻ ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ അവരത് കേൾക്കാൻ പോലും കൂട്ടാക്കുകയില്ല. അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത് പോലെ. ഇക്കൂട്ടർ വളരെ അനുകമ്പ അർഹിക്കുന്നവരാണ്. ഇവിടെ ചില ആളുകളുണ്ട്, പള്ളിയുടെ നേരെ താഴെയാണ് അവരുടെ കടകൾ. പക്ഷേ അവർ ഒരിക്കലും നമസ്കരിക്കാൻ പോവില്ല. പഴവർഗ്ഗങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും വിവിധതരം മാധുര്യം അരുളിയിരിക്കുന്നത് പോലെ നമസ്കാരാദി ആരാധനാകർമ്മങ്ങളുടെ രുചി ഒരു വേള തന്നനുഗ്രഹിക്കണമേ എന്ന് അള്ളാഹുവിനോട് അങ്ങേയറ്റം ഉള്ളുരുകി ഉൾക്കടമായി അർത്ഥിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു സംഗതിയുടെ രുചി അറിഞ്ഞവൻ അതൊരിക്കലും മറക്കുകയില്ല. ഒരു വ്യക്തി സുന്ദരമായ എന്തിലേക്കെങ്കിലും ആനന്ദതുന്തിലനായി നോക്കുമ്പോൾ അയാളത് നല്ലവണ്ണം ഓർത്തുവെക്കുന്നു. ഇനി വല്ല വിരൂപിയെയോ അനിഷ്ടകരമായ രൂപമോ കാണുമ്പോൾ അതിൻ്റെ എല്ലാ അവസ്ഥയും മൂർത്തരൂപം കൊണ്ട് അയാളുടെ മുമ്പിൽ വരുന്നു. ബന്ധമൊന്നുമില്ലെങ്കിൽ അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇതുപോലെ നമസ്കരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നത് വെറുതെ രാവിലെ എഴുന്നേറ്റ് തണുപ്പുകാലത്ത് വുളു എടുത്ത് സുഖനിദ്ര ത്യജിച്ചും പലവിധ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിയും അനുഷ്ഠിക്കേണ്ടി വരുന്ന ഒരു പിഴയാണ്. അങ്ങനെയുള്ള വ്യക്തി വിമുഖനായതിനാൽ അയാൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ലെന്നതാണ് വാസ്തവം. നമസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന ആനന്ദാനുഭൂതികളെക്കുറിച്ച് ആ വ്യക്തിക്കറിയില്ല. പിന്നെങ്ങനെ നമസ്കാരത്തിൽ ആനന്ദം കൈവരും? ഒരു മദ്യപാനിക്ക് തൃപ്തി വരാതിരുന്നാൽ അയാൾക്ക് ലഹരി പിടിക്കുവോളം ഒന്നിനു പിറകെ മറ്റൊന്നായി മദ്യം കഴിച്ചുകൊണ്ടേയിരിക്കുന്നത് നാം കാണുന്നു. വിവേകവും പക്വതയുമുള്ള മനുഷ്യന് ഈ ഉദാഹരണം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതായത് നമസ്കാരത്തിൽ നൈരന്തര്യം പുലർത്തുക എന്നതാണത്. ആനന്ദം ലഭിക്കുവോളം നമസ്കരിച്ചു കൊണ്ടേ പോവുക. മദ്യപാനി ഒരു പ്രത്യേക ആനന്ദത്തെ ആത്യന്തിക ലക്ഷ്യമായി കാണുന്നത് പോലെ നമസ്കാരത്തിൽ സകല കഴിവുകളും പ്രസ്തുത ആനന്ദം കൈവരിക്കുന്നതിൽ കേന്ദ്രീകരിക്കുകയും ആത്മാർത്ഥമായ ഒരു ആവേശത്തോടെ ചുരുങ്ങിയ പക്ഷം ആ മദ്യപാനിക്കുള്ളത്ര ദുഃഖാനുഭവത്തോടെ ആനന്ദം ലഭിക്കണമെന്ന പ്രാർത്ഥന സംജാതമാവുകയും ചെയ്താൽ ഞാൻ പറയുന്നു, സത്യമായും പറയുന്നു, അയാൾക്ക് ആനന്ദാനുഭൂതി കൈവരുക തന്നെ ചെയ്യും. നമസ്കരിക്കുമ്പോൾ കൈവരുന്ന പ്രയോജനങ്ങളെയും പരിഗണിക്കേണ്ടതാണ്. എഹ്സാൻ, അതായത് ദൈവത്തെ താൻ കാണുന്നുണ്ടെന്നോ കുറഞ്ഞപക്ഷം ദൈവം തന്നെ കാണുന്നുണ്ടെന്നോ മനസ്സിലാക്കിയുള്ള ആരാധന മുന്നിൽ വെക്കേണ്ടതാണ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന്ന സയ്യാത്തി, അതായത് നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നു. ആകയാൽ ഈ നന്മകളെയും അനുഭൂതികളെയും മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സിദ്ദീഖുകളുടെയും സച്ചരിതരുടെയും നമസ്കാരം അനുഷ്ഠിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്തി എന്ന് പറഞ്ഞുവല്ലോ. അതായത് നന്മകൾ അല്ലെങ്കിൽ നമസ്കാരം തിന്മകൾ അകറ്റുന്നു. മറ്റൊരിടത്ത് നമസ്കാരം നീചകൃത്യങ്ങളിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും രക്ഷിക്കുന്നുവെന്നും അരുളിയിട്ടുണ്ട്. എന്നിട്ടും ചിലർ നമസ്കരിക്കുന്നവരായിട്ടും തിന്മ ചെയ്യുന്നത് കാണുന്നു. അവർ ചൈതന്യത്തോടും സന്മാർഗചിത്തയോടും കൂടിയല്ല നമസ്കരിക്കുന്നത് എന്നതാണ് അതിനുള്ള ഉത്തരം. അവർ കേവലം ആചാരമെന്ന നിലയിൽ ചെയ്യുന്ന വ്യർത്ഥ ചലനങ്ങളാണവ. അവരുടെ ആത്മാവ് നിർജീവമാണ്. അത്തരം ചലനങ്ങളെ അള്ളാഹു ഹസനാത്ത് എന്ന് വിളിച്ചിട്ടില്ല. ഈ വചനത്തിൽ അള്ളാഹു നമസ്കാരത്തിനു പകരം ഹസനാത്ത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടിൻ്റെയും അർത്ഥം ഒന്നു തന്നെ. നമസ്കാരത്തിൻ്റെ ഗുണവിശേഷങ്ങളും സൗന്ദര്യ ലാവണ്യങ്ങളും അത് സൂചിപ്പിക്കുന്നു. സത്യചൈതന്യം ഉൾക്കൊള്ളുന്നതും ദിവ്യപ്രഭാവമുള്ളതുമായ നമസ്കാരമാണ് തിന്മകളെ അകറ്റുന്നത്. അങ്ങനെയുള്ള നമസ്കാരം തീർച്ചയായും തിന്മകൾ അകറ്റുന്നതാണ്. വെറും ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ പേരല്ല നമസ്കാരം.
ആനന്ദാനുഭൂതികൾ ഉൾക്കൊള്ളുന്ന ആ പ്രാർത്ഥനയാണ് നമസ്കാരത്തിൻ്റെ കാതലും ആത്മാവും. നമസ്കാരത്തിൻ്റെ യാഥാർത്ഥ്യം. നമസ്കാരത്തിൻ്റെ അടിസ്ഥാന അംശങ്ങൾ വാസ്തവത്തിൽ ആത്മീയ ചലനങ്ങളാണ്. മനുഷ്യന് ദൈവസമക്ഷം നിൽക്കണമല്ലോ. നിൽക്കുക എന്നതും സേവകരുടെ മര്യാദകളിൽപ്പെട്ടതാണ്. രണ്ടാം ഭാഗമായ റുക്കൂഅ് കൽപ്പനാ നിർവഹണത്തിന് തലകുനിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പാണ്. സുജൂദ് ആരാധനയുടെ ലക്ഷ്യമായ അങ്ങേയറ്റം താഴ്മയും വിനയവും സംസ്കാരശീലവുമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ മര്യാദകളും മാർഗങ്ങളും അനുസ്മരണമെന്ന നിലയ്ക്ക് ശരീരത്തിന് ആധ്യാത്മിക മാർഗങ്ങളിൽ ഭാഗവാക്കാകുന്നതിന് വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ ആധ്യാത്മിക മാർഗങ്ങൾ ഊർജിതമാക്കുന്നതിന് ഒരു ബാഹ്യമാർഗവും വെച്ചിരിക്കുന്നു. ആന്തരികവും ബാഹ്യവുമായ മാർഗങ്ങളുടെ പ്രതിച്ഛായ ആയ ബാഹ്യമാർഗത്തിൽ അഭിനേതാക്കളെപ്പോലെ അനുകരിച്ചുകൊണ്ടേയിരിക്കുകയും അതിനൊരു ഭാരമായി കണ്ട് ഊരി വലിച്ചെറിയാൻ ശ്രമിക്കുകയുമാണെങ്കിൽ പറയൂ, അതിലെന്ത് ആനന്ദവും അനുഭൂതിയുമാണ് ഉണ്ടാവുക? ആനന്ദാനുഭൂതികൾ നുകരാതെ അതിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നതെങ്ങനെ? ആത്മാവും അങ്ങേയറ്റം വിനയത്തോടും താഴ്മയോടും കൂടി ദൈവസവിധത്തിൽ വീഴുകയും നാവിലുള്ളത് ആത്മാവും ഉരുവിടുകയും ചെയ്യുമ്പോഴേ ആ ഗ്രാഹ്യം കൈവരികയുള്ളൂ. അന്നേരം ഒരു നിർവൃതിയും വെളിച്ചവും തൃപ്തിയും കരഗതമാകുന്നു. ഞാൻ ഇക്കാര്യം ഒന്നുകൂടി വ്യക്തമായി എഴുതുകയാണ്. ഏതൊക്കെ ഘട്ടങ്ങൾ കഴിഞ്ഞുകടന്നാണോ മനുഷ്യൻ മനുഷ്യനായി തീർന്നത്, അതായത് ബീജം എന്നല്ല അതിനു മുമ്പുള്ള ഘടകങ്ങൾ എന്നുവെച്ചാൽ വിവിധതരം ആഹാര പദാർത്ഥങ്ങളും അവയുടെ രൂപഘടനയും നിർമ്മിതിയുമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബീജമായി തീർന്നതിന് ശേഷം വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ശൈശവവും യൗവനവും വാർദ്ധക്യം തുടങ്ങിയ ദശകളിലൂടെ കഴിഞ്ഞു കടന്നു പോകുന്നതോടെ അള്ളാഹുവിൻ്റെ രക്ഷാകർതൃത്വത്തെ അവൻ അംഗീകരിക്കുകയും ആ ദൃശ്യം അവൻ്റെ മനസ്സിൽ സദാ തെളിഞ്ഞു വരികയും ചെയ്യുന്നു. അപ്പോഴേ രക്ഷാകർതൃത്വത്തിന് മുമ്പാകെ തൻ്റെ വിധേയത്വത്തെ സമർപ്പിക്കാൻ അവൻ യോഗ്യനായി തീരുകയുള്ളൂ. ചുരുക്കത്തിൽ റുബൂബിയത്തും ഉബൂദിയത്തും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് ആനന്ദാനുഭൂതികൾ സംജാതമാകുന്നത്. രക്ഷാകർതൃത്വം എന്ന ദൈവിക ഗുണം ആവശ്യപ്പെടുന്നതനുസരിച്ച് പരിപൂർണ നാസ്തിയല്ലാതെ ഒന്നുമല്ല താനെന്ന വിചാരം ഒരുവനുണ്ടാകുവോളം ദിവ്യാനുഗ്രഹങ്ങളുടെ പ്രതിച്ഛായ അവനിൽ പതിയുന്നതല്ല. അത് പതിയുന്നതോടെ ഉന്നത അനുഭൂതികൾ കരഗതമാകുന്നതാണ്. അതിലുപരിയായ മറ്റൊരനുഭൂതിയില്ല. ശരിയായ നമസ്കാരം. ഈ സ്ഥാനത്ത് മനുഷ്യാത്മാവ് ഇല്ലായ്മയോളം താഴുന്ന അവസ്ഥയിലെത്തുന്നതോടെ അത് ദൈവത്തിലേക്ക് ഒരു അരുവി പോലെ ഒഴുകുകയും അള്ളാഹു ഒഴികെയുള്ളതിൽ നിന്നെല്ലാം പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്നു. അന്നേരം ദൈവസ്നേഹം അയാളിലേക്ക് വഴിഞ്ഞൊഴുകുന്നു. മുകളിൽ നിന്ന് ഈശ്വര കടാക്ഷത്തിൻ്റെ സ്നേഹാവേശവും താഴെ നിന്ന് വിധേയത്വത്തിൻ്റെ സ്നേഹാവേശവും ഇവ രണ്ടും സംയോജിക്കുമ്പോൾ അതിവിശിഷ്ടമായ അവസ്ഥ ജന്മം കൊള്ളുന്നു. അതിൻ്റെ പേരാണ് നമസ്കാരം. ഈ നമസ്കാരമാണ് തിന്മകളെ ഭസ്മീകരിച്ച് തൽസ്ഥാനത്ത് ദിവ്യപ്രകാശവും ജ്യോതിസും അവശേഷിപ്പിക്കുന്നത്. അങ്ങനെ ദൈവമാർഗത്തിൽ പ്രയാണം ചെയ്യുന്നവന് വഴിയിൽ അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് മാർഗദീപമായി വർത്തിക്കുകയും എല്ലാവിധ ചപ്പുചവറുകളെയും വഴിനീളെ തടഞ്ഞു വീഴാൻ കാരണമാകുന്ന കല്ലുകളെയും മുള്ളുകളെയും കാണിച്ചു കൊടുത്ത് അവനെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന വചനത്തിൽ സാർത്ഥകമാക്കുന്നത്. എന്തെന്നാൽ അവൻ്റെ കൈകളിലല്ല, അവൻ്റെ ഹൃദയത്തിനുള്ളിലാണ് ജ്വലിക്കുന്ന വിളക്ക് വെച്ചിരിക്കുന്നത്. ഈ പദവി സമ്പൂർണ്ണ വിനയവും സമ്പൂർണ്ണ ലയനവും താഴ്മയും പൂർണ്ണ അനുസരണവും കൊണ്ടാണ് കരഗതമാകുന്നത്. അപ്പോൾ പാപചിന്ത അവന് എങ്ങനെ ഉണ്ടാകാനാണ്? നിഷിദ്ധ കാര്യങ്ങൾ അവനിൽ ഉടലെടുക്കുകയേയില്ല. നീചവൃത്തികളിലേക്ക് അവൻ്റെ ദൃഷ്ടി ഉയരുക സാധ്യമല്ല തന്നെ. ചുരുക്കത്തിൽ ഇങ്ങനെ സിദ്ധിക്കുന്ന ആനന്ദവും അനുഭൂതിയും എനിക്ക് വാക്കുകളിൽ വിവരിച്ചു തരാനാകുമെന്ന് തോന്നുന്നില്ല. മൽഫൂസാത്ത് വാള്യം 1 പേജ് 142 മുതൽ 145 വരെ. വാ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.